ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 64. കർത്താവെ, ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ. അഗ്നിയാൽ വിറക് എരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടിവിറയ്ക്കട്ടെ. ശത്രുക്കൾ അങ്ങയുടെ നാമം അറിയട്ടെ. അവിടുന്ന് ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. അങ്ങയുടെ പാതയിൽ അങ്ങയെ സ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു. അങ്ങ് കോപിച്ചു, കാരണം ഞങ്ങൾ പാപം ചെയ്തു. വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു. ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ? ഞങ്ങൾ അശുദ്ധനെ പോലെയും ഞങ്ങളുടെ സൽപ്രവൃത്തികൾ മലിന വസ്ത്രം പോലെയുമാണ്. ഇല പോലെ ഞങ്ങൾ കൊഴിയുന്നു. കാറ്റെന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു. അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയെ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല. അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ വിട്ടുകളഞ്ഞിരിക്കുന്നു. എന്നാലും കർത്താവെ, അങ്ങ് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ്. ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ്. കർത്താവെ, അങ്ങ് അത്യധികം കോപിക്കരുതേ. ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ. ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ. അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു. സിയോൻ മരുഭൂമിയും ജെറുസലേം ശൂന്യവും ആയിരിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങയെ സ്തുതിച്ചിരുന്ന ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കിരയാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശകൂമാരങ്ങളായിരിക്കുന്നു. കർത്താവെ, ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുമോ? നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങ് ഇനിയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ? പ്രിയ ദൈവജനമേ, ബാബിലോണിയൻ പ്രവാസത്തിൻ്റെ അതികഠിനമായ വേദനകൾക്ക് ശേഷം തകർന്നടിഞ്ഞ ജെറുസലേമിലേക്ക് മടങ്ങിയെത്തിയ ഇസ്രായേൽ ജനതയുടെ നിസ്സഹായ അവസ്ഥയിലാണ് ഏശയ്യാ പ്രവാചകൻ 64-ാം അധ്യായം രചിക്കുന്നത്. അശ്ലീലതയും വിഗ്രഹാരാധനയും മൂലം മലിനപ്പെട്ട തങ്ങളുടെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം പ്രവാസികൾക്ക് ഈ സമയത്തുണ്ടായിരുന്നു. സ്വർഗം കീറി ദൈവം ഇറങ്ങി വരണമേ എന്ന പ്രവാചകൻ്റെ തീവ്രമായ നിലവിളി ഇസ്രായേലിൻ്റെ അക്കാലത്തെ രാഷ്ട്രീയവും ആത്മീയവുമായ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന തിരിച്ചറിവ് പ്രവാസാനന്തര കാലഘട്ടത്തിലെ പ്രധാന സന്ദേശവുമാണ്. തൻ്റെ ജനത്തിൻ്റെ കഠിനഹൃദയവും അവിശ്വസ്തതയും മൂലം ദൈവം മുഖം മറച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു അത്. എങ്കിലും തങ്ങളെ സൃഷ്ടിച്ച് കുശവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മണ്ണ് പോലെ സ്വയം സമർപ്പിക്കാൻ അവർ ഈ അധ്യായത്തിലൂടെ തയ്യാറാകുന്നതായി നാം വായിച്ച് മനസ്സിലാക്കുന്നു. ചരിത്രപരമായ ഈ വിങ്ങൽ ദൈവത്തിൻ്റെ ഇടപെടലിനായുള്ള മാനവരാശിയുടെ എക്കാലത്തെയും വലിയ കാത്തിരിപ്പായി മാറുന്നു. നമ്മുടെ പുണ്യപ്രവൃത്തികളെല്ലാം അശുദ്ധമായ വസ്ത്രം പോലെയാണെന്ന് ഏശയ്യാ പ്രവാചകൻ ഏറ്റുപറയുന്നത് മനുഷ്യൻ്റെ പാപാവസ്ഥയെക്കുറിച്ചുള്ള വലിയൊരു തിരിച്ചറിവാണ് നമുക്ക് നൽകുന്നത്. നാം എത്രയൊക്കെ ശ്രമിച്ചാലും ദൈവകൃപ കൂടാതെ നമുക്ക് വിശുദ്ധി പ്രാപിക്കാൻ കഴിയില്ല എന്ന വലിയ സത്യം ഏശയ്യാ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. പാപത്തിൻ്റെ ഫലമായി നാം വാടിക്കരിഞ്ഞ ഇലകൾ പോലെയാണെന്നും നമ്മുടെ അകൃത്യങ്ങൾ കാറ്റെന്ന പോലെ നമ്മെ അടിച്ചു കൊണ്ടുപോകും എന്നും പ്രവാചകൻ വിലപിക്കുന്നു. ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രവാചകൻ്റെ ഉള്ളം ഉരുകുകയാണ്, ഞരങ്ങുകയാണ്. എങ്കിലും കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ് എന്ന വരികളിലൂടെ ദൈവത്തിൻ്റെ അനന്തമായ കരുണയിൽ അദ്ദേഹം പ്രത്യാശ വയ്ക്കുന്നു. ശിക്ഷാവധി അനിവാര്യമാണെങ്കിലും ദൈവത്തിൻ്റെ പിതൃതുല്യമായ സ്നേഹം നമ്മെ വീണ്ടെടുക്കും എന്ന് ഈ അധ്യായം പ്രവചിക്കുന്നു. വരാനിരിക്കുന്ന മിശിഹായുടെ രക്ഷാകരമായ ഇടപെടലിനെ ഈ പ്രത്യാശ ദീർഘദർശനം ചെയ്യുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ആധുനിക ലോകത്തിലെ അധർമ്മങ്ങൾക്കും അനീതികൾക്കുമിടയിൽ ജീവിക്കുന്ന നമുക്ക് ഏശയ്യാ പ്രവാചകൻ്റെ ഈ നിലവിളി വലിയൊരു പാഠമാണ് നൽകുന്നത്. ദൈവനീതിയെ അവഗണിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വിധി ആഗതമാകുന്നു എന്ന മുന്നറിയിപ്പ് നാം വളരെ വളരെ ഗൗരവമായി കാണണം. പ്രത്യേകിച്ച് ഈ അന്ത്യകാല നിമിഷങ്ങളിൽ അനുതാപമില്ലാത്ത ഹൃദയവുമായി നമുക്ക് ദൈവത്തെ നേരിടാൻ കഴിയില്ലെന്ന് പ്രവാചകൻ തൻ്റെ വാക്കുകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 800 കോടി മനുഷ്യരുള്ള ദൈവത്തിൻ്റെ മക്കളായ പല ജാതി മതസ്ഥരെ
പിതാവായ ദൈവം ഒരു ദിവസം കൂടി നൽകിയിരിക്കുകയാണ് ആ നല്ല അപ്പൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാൻ. സഭയും വിശ്വാസികളും ഇന്ന് നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ആന്തരികമായ ഒരു ശുദ്ധീകരണം അത്യാവശ്യമാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കാത്തിരിക്കുന്ന നമ്മൾ നമ്മുടെ ആത്മീയ അന്ധത നീക്കി ദൈവഹിതത്തിനനുസൃതമായി മാറാൻ തയ്യാറാകണം. അവിടുത്തെ കരുണയ്ക്കായി യാചിക്കുന്നവർക്ക് മാത്രം വരാനിരിക്കുന്ന ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ മായകളിൽ നിന്ന് മാറി കുശവൻ്റെ കയ്യിലെ മണ്ണ് പോലെ ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. ദൈവത്തിൻ്റെ വിധി കഠിനമാണെങ്കിലും അവിടുത്തെ സ്നേഹം സകല പാപങ്ങളെയും കഴുകിക്കളയാൻ പര്യാപ്തമാണെന്ന പ്രത്യാശ നമുക്കുണ്ട്. കർത്താവായ യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച വീണ്ടെടുപ്പ് ഏശയ്യാ പ്രവാചകൻ കാംക്ഷിച്ച ആ വലിയ രക്ഷയുടെ പൂർത്തീകരണമാണ്. നാം ഓരോരുത്തരും നമ്മുടെ കുറവുകൾ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടുന്ന് നമ്മെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് കുഞ്ഞാടിൻ്റെ വിരുന്നിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രാർത്ഥനയിലും ഉപവാസത്തിലും അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി ഈ അവസാന കാലഘട്ടത്തിൽ, ഈ അന്ത്യകാല നിമിഷങ്ങളിൽ നമുക്ക് സുരക്ഷാ കവചമായിരിക്കും തീർച്ച. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന ആ മഹത്തായ ദിവസത്തിനായി പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് കാത്തിരിക്കാം. അവിടുന്ന് ഒരിക്കലും നമ്മെ കൈവിടുകയില്ല, മറിച്ച് തൻ്റെ നിത്യമായ സ്വർഗീയ ഭവനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോവുക തന്നെ ചെയ്യും. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെയും തൻ്റെ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.